ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏതൊരു പുരോഹിതനും വിശ്വസ്തതാപൂർവ്വം കാത്തുസൂക്ഷിക്കുന്ന ഒന്നാണ് കുമ്പസാര രഹസ്യം. കുമ്പസാര മുദ്രയുടെ ആദ്യ രക്തസാക്ഷിയായി സഭ വണങ്ങുന്ന വിശുദ്ധനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നെപ്പോമുക്കിലെ വിശുദ്ധ ജോൺ. വിശുദ്ധന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ചെറിയ സംഭവം നമുക്കൊന്ന് കാണാം. ബെൻസ്ലാവോസ് ചക്രവർത്തി അധികാരത്തിലായിരുന്നപ്പോൾ അനുതാപത്തെക്കുറിച്ച് തന്റെ രാജധാനിയിൽ പ്രബോധനം നടത്താനായി വിശുദ്ധനെ ക്ഷണിച്ചു. എന്നാൽ ഈ ദൗത്യം അപകടകരമായിരുന്നെങ്കിലും അത് ഏറ്റെടുക്കാൻ വിശുദ്ധൻ തയ്യാറായി. അതിലൂടെ അദ്ദേഹം രാജാവിന്റെ ദാനധർമ്മ പ്രവൃത്തികളുടെ മേൽനോട്ടക്കാരനാകുകയും ചെയ്തു. ഇത് വിശുദ്ധന് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനും നിരവധി ആത്മാക്കളെ ക്രിസ്തുവിനായി നേടുന്നതിനും സഹായമായി. രാജ്ഞിയും ദൈവഭക്തയുമായ ജെയിന്റെ ആത്മീയ ഉപദേഷ്ടാവുമായിരുന്നു വിശുദ്ധൻ. മുൻപത്തേക്കാൾ അധികമായി അവൾ ദൈവഭക്ത കാര്യങ്ങളിൽ ഏർപ്പെട്ടു. എന്നാൽ അവളുടെ ഭക്തകാര്യങ്ങൾ രാജാവിനെ കോപഷ്ടനാക്കി. തന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കുമ്പസാരത്തിലൂടെ വിശുദ്ധനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതി കുമ്പസാര രഹസ്യങ്ങൾ വിശുദ്ധനിൽ നിന്ന് അറിയാൻ ശ്രമിച്ചു. എന്നാൽ എത്രയൊക്കെ പീഡനങ്ങൾ നേരിട്ടെങ്കിലും കുമ്പസാര രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വിശുദ്ധൻ തയ്യാറായില്ല. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുക അല്ലെങ്കിൽ മരിക്കുക എന്ന രാജാവിന്റെ കൽപ്പനയിൽ ഒരു മടിയും കൂടാതെ മരിക്കാൻ വിശുദ്ധൻ തയ്യാറായി. വിശുദ്ധനെ പോലെ നമുക്കും ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായി തീരാനായി പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.